അഹമ്മദാബാദിലെ ബംഗ്ലാദേശി കുടിയേറ്റക്കാരുടെ വീടുകൾ പൊളിച്ചുമാറ്റുന്നതിനെതിരായ ഹർജികൾ ഗുജറാത്ത് ഹൈക്കോടതി നിരസിച്ചത് എന്തുകൊണ്ടാണ് എന്നതൊരു വലിയ ചോദ്യചിഹ്നമായി നിഴലിക്കുകയാണ്. ഗുജറാത്ത് സർക്കാർ നിയമവിരുദ്ധമായി സ്വത്തുക്കൾ പൊളിച്ചുമാറ്റുന്നത് സംബന്ധിച്ച് സുപ്രീം കോടതി വിധി വന്നത് 5 മാസങ്ങൾക്ക് ശേഷം രാജ്യത്ത് അനധികൃതമായി പ്രവേശിച്ച ബംഗ്ലാദേശി കുടിയേറ്റക്കാരുടെ അനധികൃത കുടിയേറ്റക്കാർക്കെതിരെ കഴിഞ്ഞ ആഴ്ച അഹമ്മദാബാദിൽ ബുൾഡോസർ നടപടി സ്വീകരിക്കുക ചെയ്തിരുന്നു. നഗരത്തിലെ ചന്തോള തടാക പ്രദേശത്തെ താമസക്കാർ പതിറ്റാണ്ടുകളായി താമസിച്ചതായിരുന്ന അവകാശപ്പെടുന്ന വീടുകൾ പൊളിച്ചു മാറ്റിയതിനെ ചോദ്യം ചെയ്തുകൊണ്ട് അടിയന്തര ഹർജി സമർപ്പിക്കുകയാണ് ചെയ്തത്. എന്നിരുന്നാലും സുപ്രീം കോടതിയുടെ 2024 നവംബറിലെ മാർഗനിർദ്ദേശത്തിലെ ഒരു അപവാദം ചൂണ്ടിക്കാട്ടിക്കൊണ്ടായിരുന്നു ഗുജറാത്ത് ഹൈക്കോടതി സ്റ്റേക്കുള്ള അപേക്ഷ നിരസിക്കുകയാണ് ചെയ്തത്. അടുത്തിടെ നടന്ന പൊളിക്കലുകളുടെ കേസ് എന്താണ് എന്നത് ഹൈക്കോടതിയുടെ വിശദീകരണം ഇങ്ങനെയായിരുന്നു. 2022 പകുതിയോടുകൂടി തന്നെ സുരക്ഷാ കാരണങ്ങൾ ചൂണ്ടിക്കാട്ടിക്കൊണ്ട് ഗുജറാത്ത് സർക്കാർ തീരദേശ ജില്ലകളിലെ കയ്യേറ്റങ്ങൾ പൊളിച്ചു മാറ്റാനുള്ള നീക്കം ആരംഭിക്കുകയും ചെയ്തിരുന്നു. ഏപ്രിൽ 22 പഹൽഗാമിൽ നടന്ന ഭീകരാക്രമണത്തിൽ 3 ഗുജറാത്തികൾ ഉൾപ്പെടെ തന്നെ 26 വിനോദസഞ്ചാരികൾ കൊല്ലപ്പെട്ടതിനെ തുടർന്നുകൊണ്ട് പോലീസ് സംസ്ഥാനത്തെ ബംഗ്ലാദേശി പൗരന്മാർക്കെതിരെ കർശന നടപടിയാണ് സ്വീകരിച്ചതും. ഹൈക്കോടതിയിൽ നൽകിയ മറുപടിയിൽ സംസ്ഥാന സർക്കാർ പൊതുക്രമം, സുരക്ഷ, ദേശീയ സുരക്ഷ എന്നിവ തന്നെ പരാമർശിച്ചുകൊണ്ടായിരുന്നു എഴുതിയത്. അതുപോലെ ഏപ്രിൽ 26 പുലർച്ചെ 3 മണിക്ക് പൊളിച്ചുമാറ്റൽ നടപടി ആരംഭിക്കുകയാണ് ചെയ്തതും. നഗരത്തിൽ അനധികൃതമായി താമസിക്കുന്ന വിദേശ കുടിയേറ്റക്കാർ, അതായത് ബംഗ്ലാദേശികൾ എന്ന സംശയത്തിന്റെ പേരിൽ 219 സ്ത്രീകളും 214 കുട്ടികളും ഉൾപ്പെടെ തന്നെ 890 പേരെ ചന്തോള തടാകത്തിന്റെ ആ ഭാഗത്തു നിന്നും കസ്റ്റഡിയിലെടുക്കുകയും ചെയ്തിരുന്നു. അതുപോലെ തന്നെ അടുത്തിടെ ഗുജറാത്ത് ഹൈക്കോടതിയിൽ സമർപ്പിച്ച സത്യവാങ്മൂലത്തിൽ ഡെപ്യൂട്ടി പോലീസ് കമ്മീഷണർ അതിൽ ഒപ്പുവെക്കുകയും ചെയ്തിരുന്നു. ചന്തോള തടാകത്തിന് ചുറ്റും ചില നിയമവിരുദ്ധ പ്രവർത്തനങ്ങൾ നടക്കുന്നുണ്ട് എന്നും ചിലർ ആരോപിച്ചുകൊണ്ട് രംഗത്ത് വരികയും ചെയ്തിരുന്നു. കാലക്രമേണ തന്നെ ബംഗ്ലാദേശി നുഴഞ്ഞുകയറ്റക്കാരും മറ്റ് ദേശീയ വിരുദ്ധരും ഒക്കെ തന്നെ പാർക്കുന്നത് ഉൾപ്പെടെ തന്നെ വിവിധ നിയമവിരുദ്ധ പ്രവർത്തനങ്ങൾക്ക് ആ ഒരു ഏരിയ ഉപയോഗിക്കാൻ തുടങ്ങിയതായും കണ്ടെത്തുകയും ചെയ്തിരുന്നു. അടുത്തിടെ ചന്തോള തടാകവുമായി ബന്ധപ്പെട്ടുള്ള അൽ ഖ്വയ്ദ മൊഡ്യൂൾ ഉൾപ്പെടെ 4 ബംഗ്ലാദേശി കുറ്റക്കാരെയും അറസ്റ്റ് ചെയ്യുകയും അത് രേഖപ്പെടുത്തുകയും ചെയ്തിരുന്നു. അതുപോലെ തന്നെ ബംഗ്ലാദേശികളുടെ 2000-ലധികം അനധികൃത വീടുകൾ പൊളിച്ചു മാറ്റുകയും ചെയ്ത് ഗുജറാത്ത് സർക്കാർ രംഗത്ത് വന്നിരുന്നു. ചരിത്രത്തിലെ തന്നെ ഏറ്റവും വലിയ ബുൾഡോസർ നടപടിയായിരുന്നു ഇത് അടയാളപ്പെടുത്തിയതും. അതുപോലെ തന്നെ കഴിഞ്ഞ ദിവസം രാത്രിയും ഇത്തരത്തിൽ പോലീസ് സംഘം ചന്തോള പ്രദേശത്ത് എത്തുകയും ചെയ്തിരുന്നു. 2000-ലധികം പോലീസുകാർ, 15 കമ്പനി CRPF, മുനിസിപ്പൽ കോർപ്പറേഷനിലെ 1800 ജീവനക്കാർ, 74 JCBകൾ, അതുപോലെ തന്നെ 200 ട്രക്കുകൾ, 20 ഇലക്ട്രീഷ്യന്മാരുടെ ടീമുകൾ, 10 മെഡിക്കൽ ടീമുകൾ, 15 ഫയർ ടെന്റുകൾ എല്ലാം തന്നെ ഒരുമിച്ചാണ് ഈ മെഗാ ബുൾഡോസർ ദൗത്യത്തിന് പങ്കാളിത്തം വഹിച്ചതും. 2000-ലധികം ബംഗ്ലാദേശി കുടിലുകൾ, 3 അനധികൃത റിസോർട്ടുകൾ, അനധികൃത പാർക്കിംഗ് യൂണിറ്റുകൾ എന്നിവയെല്ലാം തന്നെ ബുൾഡോസർ ഉപയോഗിച്ചുകൊണ്ട് പൊളിച്ചു നീക്കുകയാണ് ചെയ്തത്. ഏകദേശം 1 ലക്ഷം ചതുരശ്ര മീറ്റർ ഭൂമിയാണ് സ്വതന്ത്രമാക്കിയതും. ഈ ഓപ്പറേഷനിൽ 150-ലധികം ബംഗ്ലാദേശികളെ കണ്ടെത്തുകയും 200-ലധികം പേരെ ചോദ്യം ചെയ്ത് വരികയും ചെയ്യുകയാണ്. ആഭ്യന്തര സഹമന്ത്രിയായ ഹർഷ് സൻവി അഹമ്മദ് ആകട്ടെ, സിറ്റി പോലീസ് കമ്മീഷണർ, അഹമ്മദാബാദ് മുനിസിപ്പൽ കമ്മീഷണർ, അതുപോലെ അഹമ്മദാബാദ് കളക്ടർ എന്നിവരുൾപ്പെടെയുള്ള ഉദ്യോഗസ്ഥരുമായി ഗാന്ധിനഗറിൽ ഇത് സംബന്ധിച്ച് ചർച്ച നടത്തുകയും ചെയ്തു. അർദ്ധരാത്രി 12 മണിയോടുകൂടിയായിരുന്നു ചന്തോളയിൽ 50 JCB അടക്കം എത്തിച്ചതും. അതുപോലെ തന്നെ 2 ദിവസം കൂടി പൊളിക്കൽ നടപടികൾ തുടരുമെന്നായിരുന്നു അറിയിച്ചതും. പ്രാഥമിക നടപടിയിൽ ഈ പ്രദേശത്തെ ബംഗ്ലാദേശികളുടെ അനധികൃത വീടുകളിലെ വൈദ്യുതി കണക്ഷനുകൾ അടക്കം വിച്ഛേദിക്കുകയും ചെയ്തിരുന്നു. പിന്നാലെ തന്നെ ഉച്ചയ്ക്ക് 12 മണിയോടെയാണ് അഹമ്മദാബാദ് പോലീസ് കമ്മീഷണർ ഉൾപ്പെടെയുള്ള ഉദ്യോഗസ്ഥർ ചന്തോളയിൽ എത്തുന്നതും. തുടർന്ന് ഈ പ്രദേശത്ത് നിന്ന് ബംഗ്ലാദേശികളെ തുരത്താനുള്ള പ്രവർത്തനങ്ങൾ ആരംഭിക്കുകയും ചെയ്തിരുന്നു. അതേസമയം പൊളിക്കൽ നടപടിക്കെതിരെ ഹൈക്കോടതിയിൽ കോൺഗ്രസ് ഹർജി ഫയൽ ചെയ്യുകയും സ്റ്റേ ചെയ്യപ്പെടുകയും ചെയ്തിരുന്നു. എന്നാൽ വാദം കേട്ട ശേഷം ഹൈക്കോടതി ഈ ഹർജി പിന്നീട് തള്ളുകയാണ് ചെയ്തതും. ഇതിന്റെ വിശദീകരണം എന്ന നിലയിലാണിപ്പോൾ ഈ വാർത്ത പുറത്തു വന്നിരിക്കുന്നതും. ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്.